ഇതാണ് അവൻ എനിക്ക് ലാസ്റ്റ് അയച്ച വോയിസ് മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ 11-ാം തീയതി അങ്ങോട്ട് വിളിച്ചതാണ്. അവന് താല്പര്യമുള്ള ആൾ മാത്രമേ ഉള്ളൂ. അവൻ കൂടുതലും വണ്ടിയിലേ വിളിക്കുള്ളൂ. ഏത് യാത്രയായാലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഇന്നുവരെ പോയിട്ടുള്ളത്. ജോലി മൈൻഡ്. അഥവാ ഞാൻ ഉണ്ടെങ്കിൽ അധികം ഫുഡ് ഉണ്ടാക്കുക. ഞങ്ങൾ ഒരുമിച്ച് പോയ സമയത്ത് ഒരു വട്ടം ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. വണ്ടിക്ക് അവൻ പോണ റൂട്ട് നോക്കിയാൽ ടാസ്ക്കുള്ള റോഡൊക്കെ തന്നെയാണ്. കാരണം എന്താ, എന്നെപ്പോലെ ഒരുത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ റോഡൊന്നുമല്ല. പക്ഷെ അവന് നല്ലൊരു മനക്കെട്ടിയിൽ കൂട്ടത്തില്ല. വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ക്രേസിൻ്റെ ആളാണ്. എത്ര വേണമെങ്കിലും വണ്ടി ഓടിച്ചു പോകും. കൂട്ടുകാരെല്ലാവരും വിളിക്കുക. ഇവിടെ എല്ലാവരും പറയും ഇവിടെ ആസിഫുണ്ട്, അവനും വിളിക്കും. എന്നെ ലോങ് പോവുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇന്ന സ്ഥലത്താണ്. അതല്ലെങ്കിൽ വിളിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരും, എന്ന സ്ഥലത്താണ് ഉള്ളത്. അവന് ഞാനുള്ള ഫോട്ടോസ് ഇതാണ് ഇതിനകത്ത്. ആ വണ്ടിയിലാണ് ഞാൻ പോയത്. ലാസ്റ്റ് ആയിട്ട് 2 വട്ടം പോയത് അതിലാണ്. വരുന്നതിന്റെ വിശ്വാസം തന്നെയാണ് ഇപ്പോഴും. മനസ്സിലങ്ങനെ തന്നെ പഠിപ്പിച്ചു വെച്ചത്. സുഹൃത്താണ്. പഠിച്ചൊന്നല്ല, നാട്ടിലുള്ള പരിചയമാണ്. അവൻ ഇവിടെ ഞങ്ങളെ നാട്ടിലോട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് ഇവിടെ അടുത്തുള്ളത് ഞങ്ങൾ ചെറുപ്പം തൊട്ട് അറിയാം. പക്ഷെ അവൻ വണ്ടി ഫീൽഡിൽ വന്നപ്പോൾ മുതലാണ് ഞാനൊന്ന് പരിചയം. ഞാൻ വണ്ടി ഓടിക്കും. 4 വീലർ വരെ എനിക്ക് ലൈസൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒന്ന് ഹെവി എടുക്കണം, ഹെവി ലൈനിൽ ഇറങ്ങണം എന്നുള്ളതിലാണ് അവൻ്റെ കൂടെ പോവാറ്. അപ്പോൾ ലൈസൻസ് എടുത്തിട്ട് അവൻ്റെ കയറപ്പിൽ ഏതാണ്ട് ലോറിൻ്റെ ഇഷ്ടം പോലെ എന്നോട് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ കയറാം, അല്ലെങ്കിൽ അവൻ്റെ കൂടെ തന്നെ കയറാം, ഏതാ വണ്ടിയിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞതാണ്. ഞങ്ങളിങ്ങനെ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ചെയ്യുമ്പോൾ പുള്ളി പറയാറുണ്ടെന്ന് പറഞ്ഞു, ഈ വഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് ചിലപ്പം ഈ കള്ളന്മാരും ഈ നമ്മുടെ വണ്ടികളൊക്കെ ഒരുപാട് അങ്ങനെയൊക്കെ ശരിക്കും ഭയങ്കര ടാസ്ക്കുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതാണ് ശരിക്കും വണ്ടി ഫീൽഡ്. അവൻ പോണ റൂട്ട് നോക്കിയാൽ ടാസ്ക്കുള്ള റോഡൊക്കെ തന്നെയാണ്. കാരണം എന്താ, എന്നെപ്പോലെ ഒരുത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റിയ റോഡൊന്നുമല്ല. പക്ഷെ അവന് നല്ലൊരു മനക്കെട്ടിയിൽ കൂട്ടത്തില്ല. അതിപ്പോഴും പറയാറുണ്ട്. കാരണം മിക്കപ്പോഴും പണ്ടൊക്കെ ഈ ചേട്ടൻ അതിൽ നിന്ന് പോയ സമയത്ത് 2 പേരായിട്ടാണ് പൊക്കോണ്ടിരുന്ന റൂട്ടുകളിൽ. പിന്നെ പുള്ളി ഒറ്റയ്ക്ക് ആ മനസ്സൈര്യം അതാണ്. പിന്നെ 6 വർഷത്തോളം ആയി. അപ്പൊ അതിന്റെ ഒരു ധൈര്യം ഉണ്ടാവും. പിന്നെ അവന് ലോകത്തിന് ഒരുവിധം സ്ഥലങ്ങളൊക്കെ അവനറിയാം. പിന്നെ അവസാനം ഭാഷ ഇപ്പോൾ കൈകാര്യം ചെയ്യും, എല്ലാ കാര്യവും ചെയ്യും. അങ്ങനെയാണ് അവൻ പോയി തുടങ്ങിയത്. ഇപ്പം ഞാൻ വിളിക്കുന്ന സമയത്തായാലും അവൻ ഏതെങ്കിലും ഇതേപോലത്തെ ലോങ് ആയിരിക്കും. നാട്ടിലെ സമയത്ത് കുറവാണ്. പിന്നെ ഇവിടെ അവൻ്റെ വണ്ടി കണ്ടാലും ഞാൻ അവനെ കോൺടാക്ട് ചെയ്യാതെയോ. ഇവിടെ നാട്ടിൽ വണ്ടി നിർത്തിയിട്ട് കണ്ടാൽ ഞാൻ വിളിച്ചു നോക്കട്ടെ, നാട്ടിലുണ്ടോ? അപ്പോൾ അവൻ പറയാം നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല, നാളെ വൈകുന്നേരം പോകും അല്ലെങ്കിൽ രാത്രി പോകുമെന്ന് പറയും. ഇവിടുന്ന് ഒരു ദിവസം, ചിലപ്പോൾ 2ാമത്തെ ദിവസം അവിടെ എത്തും. വണ്ടി എടുത്തു കഴിഞ്ഞാൽ അധികം വണ്ടി റണ്ണിങ് രാത്രിയാണ്, പകൽ കുറവാണ്. അപ്പോൾ രാത്രി ഓടിക്കഴിഞ്ഞ് ചിലപ്പോൾ രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ സൈഡാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വണ്ടി സൈഡാക്കും. രാത്രിയാണ്. പിന്നെ അവിടെ കർണാടക റൂട്ടിലാണ് എൻ്റെ ഇതിൽ പിന്നെയും പകൽ വണ്ടി ഓടിക്കുക. കേരളത്തിൽ പിന്നെ വണ്ടി പകൽ ആൾട്ടിങ് ചെയ്തിട്ട് കടന്നുറങ്ങിയിട്ട് രാത്രിയാണ് വണ്ടി എടുക്കുക. വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ക്രേസിൻ്റെ ആളാണ്. എത്ര വേണമെങ്കിലും വണ്ടി ഓടിച്ചു പോകും. നല്ല ജോലിയായിട്ട് തന്നെയാണ്. അവന് താല്പര്യമുള്ള ആൾ മാത്രമേ ഉള്ളൂ. അവൻ കൂടുതലും വണ്ടിയിലേ വിളിക്കുള്ളൂ പോകുള്ളൂ. പക്ഷെ അവന് വർത്തമാനം പറഞ്ഞു അങ്ങനെ ഒരു ഹരത്തിലാണ് അവൻ്റെ കൂടെ ഏത് യാത്രയായാലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഇന്നുവരെ പോയിട്ടുള്ളത്. അമ്മാവനാണ് വിളിക്കാറ്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ വന്നില്ലെങ്കിൽ അവൻ്റെ മാമനാണെന്ന് തോന്നുന്നു. ഇവരെയും കൂട്ടിയിട്ടാണ് പോകാറ്. ഇതുവരെ വട്ടം പോയിട്ടുമുണ്ട്. അങ്ങനെ 1-2 വട്ടം പോയിട്ടുമുണ്ട്. പിന്നെ ഞാനധികവും എൻ്റെ ജോലി ഉള്ളതുകൊണ്ട് ഞാൻ മാർബിളിൻ്റെ ടൈൽസിൻ്റെ വർക്കാണ്. അപ്പോൾ അത് ലീവില്ല സമയത്ത് ഞാൻ ചിലപ്പോൾ അവനെ അങ്ങോട്ട് വിളിക്കും. എവിടെയുള്ള നാട്ടിലാണോ, ആണെങ്കിൽ ഞാൻ ലീവാണെങ്കിൽ ഫ്രീ ആണ് ഞാൻ വരട്ടോ എന്ന് പറയും. അങ്ങനെ എന്നെ വിളിക്കും, ഞാൻ പോകും. ചേട്ടൻ അവസാനമായിട്ട് പുള്ളിയോടത്ത് പോയത് പിന്നെ ഈ യാത്ര ഇപ്പോൾ കുറച്ചായി, ഒരു മഴയൊക്കെ തുടങ്ങിയിട്ടും പോയില്ല. ചുരുങ്ങി ഒരു 2 മാസമായി കാണുമെന്ന് വിചാരിക്കുന്നു. അതും സാഗറിലേക്ക് തന്നെ ഒരേ സ്ഥലത്തേക്ക് തന്നെ ലോഡായിട്ട് പോയത്. സാഗറിലോട്ട് അവിടുത്തെ ഒരു വീണ്ടും
അവിടുന്ന് കുറച്ച് സാഗറിന് ഈ സ്ഥലത്തോട്ട് കുറച്ച് പോകാണ്ടെന്ന് തോന്നുന്നു. കർണാടക ആണ് സാഗർ. അത് ഞാനിപ്പോൾ കറക്റ്റ് നമുക്ക് അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂ പോകാത്തതിനെ കൊണ്ട് ഓവർ റൂട്ട് അറിയില്ല. 2 പ്രാവശ്യം പോയത് ഞാൻ ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ്. പിന്നെ അവിടുന്ന് ലോഡ് എടുക്കാൻ വേറെ 2 സ്ഥലത്തോട്ട് പോയിട്ടുണ്ട് 2 വട്ടവും. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്നതല്ലല്ലോ. പിന്നെ ഒന്നാമത് റൂട്ട് മാപ്പ് ഫോണിൽ നോക്കി പോകുന്നത് കൊണ്ട് അവൻ റൂട്ട് മാപ്പിൽ നോക്കിയിട്ടാണ് പോവുക ഫുള്ള് ഫോണിൻ്റെ അകത്ത്. പിന്നെ അവൻ്റെ കൂടെ തൊണ്ണ ഡ്രൈവർക്കായാലും ഓനാണ് അധികം റൂട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് സേമർക്കാകെ. എങ്ങനെ പുള്ളി ഭയങ്കര ജോളി മൈൻഡ് തന്നെയല്ല. നിങ്ങൾ ഈ പോകുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നിർത്തി എല്ലായിടത്തും ചായ കുടിച്ചോ? ചായ കുടിക്കാൻ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ എവിടെയും നിർത്താറില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എവിടെയെങ്കിലും പറയുന്ന സമയത്ത് നിർത്താം ചായ കുടിക്കാൻ എന്നല്ലാണ്ട് അവൻ അങ്ങനെ ചായ കുടിക്കുന്ന ഒരു പതിവില്ലാത്ത ഒരാളാണ്. എവിടെ നിർത്തി സൈഡാക്കിയിട്ട് അത് പിന്നെ രാവിലെ പിന്നെ ഉറക്ക ക്ഷീണം കാരണമായി അവൻ അവിടെ കടന്നതാവും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഉറക്കം വരുന്നുണ്ടെന്ന് കണ്ടാൽ അവൻ പിന്നെ കൂടുതൽ വണ്ടി എടുക്കില്ല. പെട്ടെന്ന് എവിടെയെങ്കിലും വണ്ടി സുരക്ഷിതമായിട്ട് എവിടെയും വെക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കടന്ന് കുറച്ച് ചിലപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കിടന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോകും. ഇപ്പോൾ രാത്രി ആയാലും അവൻ്റെ അങ്ങനെ തന്നെയാണ് അവൻ. ഇപ്പം മറ്റേ മുംബൈയിലോ ഡൽഹിയിലൊക്കെ പോകും, അവിടെ പോയപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിക്കാറുണ്ട്. കൂട്ടുകാരൊക്കെ എപ്പോഴും കോൺടാക്ട് വെക്കുന്ന കൂട്ടുകാരെല്ലാവരും വിളിക്കും. ഇവരെല്ലാം എല്ലാവരും പറയുന്ന ഇവിടെ ആസിഫ് ഉണ്ട്, അവനും വിളിക്കും. എന്നെ ലോങ് പോവുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇന്ന സ്ഥലത്താണ്, അതല്ലെങ്കിൽ വിളിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരും എന്ന സ്ഥലത്താണുള്ളത്. അത് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള അടുത്തനാണ്. എവിടെയും പോയി കഴിഞ്ഞാൽ എല്ലാവരും കോൺടാക്ട് ചെയ്ത് തരുന്ന സ്ഥലം കാണിച്ചു തരും. അത് 8-ാം തീയതി എനിക്ക് അയച്ചു. അത് എൻ്റെ പ്രൊഫൈൽ ഞാൻ അവന് കോൺടാക്ട് ചെയ്ത സമയത്ത് അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പെങ്ങളെ മക്കളാണുള്ളത്. അപ്പോൾ അതാരാണ് ഫോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. ഇതാണ് അവൻ എനിക്ക് ലാസ്റ്റ് അയച്ച വോയിസ് മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ 11-ാം തീയതി അങ്ങോട്ട് വിളിച്ചതാണ്. അത് ആകെ ഒരു ഫോട്ടോ ഞങ്ങൾ അങ്ങനെ പോണ സമയത്ത് ഫോട്ടോസ് എടുക്കില്ല. പിന്നെ ഇതിനകത്തുള്ളൊരു ഫോട്ടോസ് എടുത്ത് അവൻ്റെ ഫോട്ടോസ് എടുത്ത് 2-3 എണ്ണം അതിൻ്റെ അകത്തുണ്ട്. അവന് ഞാനും ഉള്ളൊരു ഫോട്ടോസ് ഇതാണ് ഇതിനകത്ത്. ഇത് അവിടുത്തെ ടിമ്പറിൻ്റെ അവിടെ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇതൊക്കെ അവൻ്റെ ഫോട്ടോസിന് കുറച്ചുണ്ട് അങ്ങനത്തെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ. എന്താ തോന്നുന്നു ഇപ്പം മറ്റേ ഈ സെയിം വണ്ടി കയറിയിട്ടുണ്ടോ? ഇപ്പം മറ്റേ മണ്ണ് വീണ വണ്ടി ചേട്ടൻ കയറിയിട്ടുണ്ടോ? ആ വണ്ടിയിലാണ് ഞാൻ പോയത് ലാസ്റ്റ് ആയിട്ട് 2 വട്ടം പോയത് അതിലാണ്. ആ വണ്ടി എങ്ങനെയുണ്ടോ? ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ? വണ്ടി നല്ല കംഫർട്ടബിൾ വണ്ടിയാണ്. എന്തുകൊണ്ട് യാത്ര ചെയ്യാൻ എല്ലാം കൂടി നല്ല സുഖമുള്ള വണ്ടിയാണ്. കംഫർട്ടബിളാണ്. AC വണ്ടിയാണ്. 24 hours റണ്ണിങ്ങിൽ വണ്ടി AC ആണ്. ഗ്ലാസ് ഫുൾ ഓൺ ഇതാക്കിയിട്ട് പവർ വിൻഡോ ആണല്ലോ വണ്ടി. അപ്പോൾ ഫുൾ പൊന്തിച്ചിട്ട് കിടന്നുറങ്ങുള്ളൂ. വരുന്നില്ല വിശ്വാസം തന്നെയാണ് ഇപ്പോഴും. മനസ്സിലങ്ങനെ തന്നെ പഠിപ്പിച്ചു വെച്ചത്.